Hello students, welcome to XandY Learning YouTube channel. ഇന്ന് നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കിനെ പറ്റിയാണ് വീഡിയോ ചെയ്യുന്നത്. കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് ഇൻ ഹൈസ്കൂൾ. ഇപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് അറിയാം അവരുടെ ബോർഡ് എക്സാമിനേഷൻ അവർ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, നല്ല റിസൾട്ട് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ അൾട്ടിമേറ്റ്ലി എല്ലാവർക്കും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഫേസ് ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ഏതെങ്കിലും ഒരു ഹയർ ഓപ്പർച്യൂണിറ്റീസിലേക്ക്, ഹയർ സ്റ്റഡീസിനാണെങ്കിലും ജോബിനാണെങ്കിലും ഒക്കെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എന്തായാലും നമ്മൾ അപ്പിയർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഹൈസ്കൂൾ ലെവലിൽ തന്നെ കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാവുന്ന കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് ആണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ രണ്ട് പാർട്ടായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണിത്. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ നമ്മുടെ ചാനലിൽ തന്നെ ഉടനെ തന്നെ സെക്കൻഡ് പാർട്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ രണ്ടും കാണുക. നിങ്ങൾക്ക് താല്പര്യമുള്ള, നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക. അതിൻ്റെ അപ്ലൈ ചെയ്യുന്ന സമയമാകും കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക, എക്സാം അപ്പിയർ ചെയ്യും വേണം. ഓക്കെ, അതിന് വേണ്ട പ്രിപ്പറേഷൻ എങ്ങനെയാണ്, ഇതിൽ ഓരോ എക്സാമുകളെ പറ്റിയും നിങ്ങൾക്ക് ഇനി ഇൻ ഡെപ്ത് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും ക്ലാസ്മേറ്റ്സിനും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. സോ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് ഇൻ ഹൈസ്കൂൾ. അതിന് മുൻപായിട്ട് എന്തിനാ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എഴുതുന്നത് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് അല്ലേ. വൈ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് ഇൻ ഹൈസ്കൂൾ എന്നുള്ളത് ഒരു ബിഗ് ക്വസ്റ്റ്യൻ ആണ്. സാധാരണ കേരളത്തിലെ കുട്ടികളൊക്കെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് ആയിട്ടുള്ള JEE നീറ്റിനെ പറ്റിയൊക്കെ ചിന്തിച്ച് തുടങ്ങുന്നത് എപ്പോഴാണ്, +1 +2 കാലഘട്ടത്തിലാണ്. ചിലപ്പോൾ +2 കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോഴത്തേക്കും യു ആർ ടു ലേറ്റ്. നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത് കേരളത്തിലെ കുട്ടികളോടല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിലെ കുട്ടികളോടല്ല, പകരം ഇന്ത്യയിലെ ഈ എക്സാമുകൾ എഴുതുന്ന ലക്ഷക്കണക്കിന് കുട്ടികളോടാണ് നിങ്ങളുടെ കോമ്പറ്റീഷൻ. അവരൊക്കെ ഇതിനെക്കുറിച്ച് അറിയുന്നതും സ്റ്റാർട്ട് ചെയ്യുന്നതും പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ നേരത്തെ ഹൈസ്കൂൾ തൊട്ടാണ്. അപ്പോൾ അവരുമായിട്ട് നിങ്ങൾ +2 കഴിഞ്ഞിട്ടുള്ള ഒരു 6 മാസം റിപ്പീറ്റ് ചെയ്യാൻ പോയിട്ടോ, അല്ലെങ്കിൽ +1 +2 കാലഘട്ടത്തിലെ ആ ഒരു സമയം യൂസ് ചെയ്തത് കൊണ്ട് മാത്രം നിങ്ങൾ കോമ്പീറ്റ് ചെയ്ത് എത്താൻ പോകുന്നില്ല. അത് ഒരുവിധം എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിൻ്റെ റിസൾട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ എവിഡൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണത്. ഓക്കെ, അപ്പോൾ വൈ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എന്നുള്ളതിൻ്റെ പ്രസക്തി വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അത് ഇനി നിങ്ങളൊരു ഹയർ ആഫ്റ്റർ എഡ്യൂക്കേഷൻ നിങ്ങളൊരു PSC അല്ലെങ്കിൽ UPSC അല്ലെങ്കിൽ ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്, അല്ലെങ്കിൽ SSC, അങ്ങനെ ഗവൺമെൻറ് അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള പല ജോലികളിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ നിങ്ങൾ അപ്പിയർ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു സ്കില്ല്, എങ്ങനെയാണ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് ക്രാക്ക് ചെയ്യുന്നത് എന്നുള്ള സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത് ശരിക്കും ഹൈസ്കൂൾ തൊട്ട് തന്നെയാണ്. അതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് ഒരുപാട് സമയം അധികം സ്പെൻഡ് ചെയ്യാതെ, 1-2 വർഷം റിപ്പീറ്റ് ചെയ്യാതെ തന്നെ നല്ലൊരു സ്ഥാപനത്തിൽ അഡ്മിഷൻ ഉറപ്പാക്കാൻ കഴിയുമെന്നുള്ളതാണ് നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിലെ കുട്ടികളുടെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസും അതുപോലെ നമുക്ക് പരിചയമുള്ള ക്വാളിഫയിങ് എക്സാമിനേഷൻസ്, അതായത് ബോർഡ് എക്സാമുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളതാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. അപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് MCQ ബേസ്ഡ് ആണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഒരു ക്വസ്റ്റിന് 4 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ 5 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അതിലെ കറക്റ്റ് ആൻസർ നിങ്ങൾ ചൂസ് ചെയ്യണം. നിങ്ങൾ ചൂസ് ചെയ്ത ആൻസർ തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്ക്, നെഗറ്റീവ് മാർക്കിംഗ് അവിടെ ഉണ്ടായിരിക്കും. എന്നാൽ ക്വാളിഫയിങ് എക്സാമിലേക്ക് നോക്കുകയാണെങ്കിൽ അത് സബ്ജക്റ്റീവ് എക്സാമാണ്. അവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഒന്നുമില്ല. അവിടെ നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട് ക്വസ്റ്റ്യൻസ് എഴുതാൻ വേണ്ടിയിട്ട്. റാങ്ക് ലിസ്റ്റ് ബേസ്ഡ് ഓൺ മാർക്സ് സ്കോർ. നിങ്ങൾ സ്കോർ ചെയ്ത മാർക്ക് അനുസരിച്ചുള്ള റാങ്കാണ് അവിടെ ഉണ്ടാകുക. എന്നാൽ ഇവിടെ എന്താണ്, ഗ്രേഡിംഗ് സിസ്റ്റമാണ്. ഫുൾ A+, ഫുൾ A1 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഗ്രേഡിംഗ് സിസ്റ്റമാണ് ക്വാളിഫയിങ് എക്സാമിന് ഉണ്ടാവുക. മൾട്ടിപ്പിൾ സബ്ജക്ട്സ് ഇൻ 1 എക്സാം. ഒരൊറ്റ എക്സാമിൽ തന്നെ ഒരു 3 മണിക്കൂറിൻ്റെ ഒരു സെഷനിൽ തന്നെ ഫിസിക്സും കെമിസ്ട്രി മാത്സും ഉണ്ടാവും. എന്നാൽ അങ്ങനെയാണോ ക്വാളിഫയിങ് എക്സാമിൽ? അല്ല, അവിടെ സെപ്പറേറ്റ് എക്സാമിനേഷൻസ് ആണ്. പ്രൊവൈഡ്സ് അഡ്മിഷൻ ടു ഇന്ത്യാസ് ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം. ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് സ്ഥാപനങ്ങളിലേക്കുള്ള അഡ്മിഷൻ കൊടുക്കുന്നത് ഏതിലൂടെയാണ്? കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിലൂടെയാണ്. അല്ലാതെ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയെന്ന് പറഞ്ഞതുകൊണ്ടോ +2 നല്ല മാർക്ക് ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ടൊക്കെ ഒരുവിധം എല്ലാ നല്ല സ്ഥാപനങ്ങളിലേക്കും അഡ്മിഷൻ കിട്ടാൻ സാധ്യത ഇല്ല. വളരെ ചുരുങ്ങിയ കുറച്ച് സ്ഥാപനങ്ങളിലേക്ക് മാത്രമേ ഇപ്പോൾ നിലവിൽ ഇന്ത്യയിൽ +2ൻ്റെ മാർക്കൊക്കെ വെച്ചിട്ട് ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കുന്നുള്ളൂ. ബാക്കി എല്ലാം എൻട്രൻസ് എക്സാമിനേഷൻസ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ള പല എക്സാമിനേഷൻസ് ആണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിൽ ഹൈസ്കൂളിലെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള എക്സാമാണ് NTSE, നാഷണൽ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ. ഇതാണ് ശരിക്കും ബാക്കി എല്ലാ എക്സാമിനേഷൻസിൻ്റെയും ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഒരു ലോഞ്ച് പാഡ്. ഈവൻ IAS എക്സാമിൻ്റെ, സിവിൽ സർവീസ് എക്സാമിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റാണ് ശരിക്കും NTSE എന്ന് പറയുന്നത്, നാഷണൽ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ. 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ എക്സാം കണ്ടക്ട് ചെയ്യുക. എല്ലാ വർഷവും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ നവംബർ-ഡിസംബർ സമയത്താണ് ഇതിൻ്റെ എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. അണ്ടർസ്റ്റുഡ്? അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഇതൊന്നുമല്ല. ഇതിൽ നമുക്ക് ഫിസിക്സും മാത്സും അതുപോലെ തന്നെ മാറ്റ്, മെൻ്റൽ എബിലിറ്റി, സോഷ്യൽ സയൻസ് എല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ പഠിക്കേണ്ടത് 10ാം ക്ലാസ്സിലെ കുട്ടികൾ എഴുതുന്നു എന്ന് വിചാരിച്ച് ഇത് 10ലെ കണ്ടന്റ് വെച്ചിട്ടുള്ള സിലബസ് വെച്ചിട്ടുള്ള എക്സാം അല്ല, പകരം 9th കംപ്ലീറ്റ് നിങ്ങൾ പഠിക്കണം. അതുപോലെ 10th ഹാഫ് ഇയർലി വരെയുള്ള പോർഷൻസ് വരെ ഉണ്ടായിരിക്കും എന്നാണ് പറയുക. പക്ഷേ ഓൾമോസ്റ്റ് ഫ്രം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 9th + 10th ഓൾമോസ്റ്റ് എൻറ്റയർ സിലബസ് തന്നെ കവർ ചെയ്തിട്ടുണ്ടാകും. അത് സ്റ്റേറ്റ് സിലബസ് പ്ലസ് CBSE ആണ് നമ്മുടെ സ്റ്റേജ് 1 എക്സാമിനേഷൻ കേരളത്തിൽ കണ്ടക്ട് ചെയ്യുക. കേരളത്തിൽ നിന്നും ഒരു 220 അല്ലെങ്കിൽ 240 കുട്ടികളാണ് അടുത്ത സ്റ്റേജിൽ നാഷണൽ ലെവലിൽ പോയിട്ട് കോമ്പീറ്റ് ചെയ്യുക. അങ്ങനെ 2000 കുട്ടികൾക്കാണ് ഒരു വർഷം ഈ ഒരു സ്കോളർഷിപ്പ് കിട്ടുക. ഓക്കെ,
1250 രൂപ പെർ മന്ത് ആണ് +1 മുതൽ സ്കോളർഷിപ്പ് എമൗണ്ട് കിട്ടി തുടങ്ങുക. അങ്ങനെ അത് ഡിഗ്രി കോഴ്സിന് ചേരുമ്പോഴും ഉണ്ടാവും, PG ക്ക് ചേരുമ്പോഴും ഇതിനേക്കാൾ വലിയ എമൗണ്ട് ഉണ്ടാവും. PhD കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ സ്കോളർഷിപ്പ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ദിസ് ഈസ് ഓൾസോ നോൺ ആസ് മിനി സിവിൽ സർവീസ് എക്സാമിനേഷൻ. സോഷ്യൽ സയൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സിവിൽ സർവീസ് എക്സാമുമായിട്ട് അലൈൻഡ് ആണ്. ഓക്കെ, അപ്പോൾ എക്സ്പെക്റ്റഡ് ഡേറ്റും ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരു എക്സാമാണ് NSTSE, നാഷണൽ സയൻസ് ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ, നാഷണൽ ലെവൽ സയൻസ് ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ. NTSE നേരത്തെ പറഞ്ഞത് ഗവൺമെൻറ് കണ്ടക്ട് ചെയ്യുന്ന എക്സാം ആണെന്നുണ്ടെങ്കിൽ NSTSE കണ്ടക്ട് ചെയ്യുന്നത് മറ്റൊരു പ്രൈവറ്റ് ഓർഗനൈസേഷനാണ്, യൂണിഫൈഡ് കൗൺസിൽ എന്ന് പറയുന്നൊരു ഓർഗനൈസേഷനാണ്. സോ ക്ലാസ് 2 മുതൽ 12 വരെയുള്ള എല്ലാ കുട്ടികൾക്കും എഴുതാം. ഇത് ഹൈസ്കൂൾ മാത്രമല്ല എല്ലാവർക്കും എഴുതാവുന്ന എക്സാമാണ്. 2 lakh ആണ് നാഷണൽ ടോപ്പറിന് എമംഗ് ഓൾ ദി ക്ലാസ്സസ്. എല്ലാ ക്ലാസ്സുകളിലും 2 ലക്ഷമാണ് ടോപ്പർക്ക് കിട്ടുക. മാത്രമല്ല ടോപ്പ് റാങ്കേഴ്സ് ഓഫ് ഈച്ച് ക്ലാസ്, ഓരോ ക്ലാസ്സിൻ്റെയും ടോപ്പ് റാങ്കർക്ക് ലാപ്ടോപ്പും ടാബ്ലറ്റും ഒക്കെ പ്രൈസായിട്ട് കിട്ടും. മൊത്തം എഴുതിയ കുട്ടികളിൽ ഒരാൾക്കാണ് 2 lakhൻ്റെ പ്രൈസ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. ക്യാഷ് പ്രൈസ് ഫോർ മെനി ടോപ്പേഴ്സ്, പിന്നെ റീജിയണൽ ആയിട്ടുള്ള സ്റ്റേറ്റ് ആയിട്ടുള്ള ടോപ്പേഴ്സിനൊക്കെ ക്യാഷ് പ്രൈസുകൾ വേറെ തന്നെ ഉണ്ട്. സയൻസും മാത്തമാറ്റിക്സും ആണ് ഈ ഒരു എക്സാമിൻ്റെ കണ്ടന്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ 9th എഴുതുന്ന കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ അവരുടെ 9th 8th ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അണ്ടർസ്റ്റുഡ്? ഇതിൻ്റെ സമയം എന്ന് പറയുന്നത് ഏകദേശം എന്താണ്, ഈ ഡിസംബർ നവംബർ സമയത്ത് തന്നെയാണ് ഈ എക്സാമും കണ്ടക്ട് ചെയ്യാറുള്ളത്. സോ രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമാണ് ഇത്. നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, പറ്റുമെങ്കിൽ എഴുതുക. മൂന്നാമത്തത് സയൻസ് ഒളിമ്പിയാഡ് ഫൗണ്ടേഷൻ. അഗൈൻ സയൻസ് ഒളിമ്പിയാഡ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനം, ഒരു ഓർഗനൈസേഷൻ കണ്ടക്ട് ചെയ്യുന്ന എക്സാമാണ് ഇത്. 1 to 12 എല്ലാ ക്ലാസ്സിലുള്ള കുട്ടികൾക്കുണ്ട്, ഹൈസ്കൂൾ മാത്രമല്ല എല്ലാവർക്കും ഉണ്ട്. അത് മാത്രമല്ല ഇതിൻ്റെ പ്രത്യേകത, പല എക്സാമിനേഷൻസ് ഇവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നാഷണൽ സൈബർ ഒളിമ്പിയാഡ്, പേര് പറയുന്ന പോലെ തന്നെ IT ടോപ്പിക് റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സാമാണത്. ഇൻ്റർനാഷണൽ മാത്ത് ഒളിമ്പിയാഡ്, ഇവർ കണ്ടക്ട് ചെയ്യുന്ന ഇൻ്റർനാഷണൽ മാത്ത് ഒളിമ്പിയാഡ് ഉണ്ട്, അതിൽ മാത്തമാറ്റിക്സ് ആണ് ഒബ്വിയസ്ലി. പിന്നെ നാഷണൽ സയൻസ് ഒളിമ്പിയാഡ് ഉണ്ട്, ഇൻ്റർനാഷണൽ ഇംഗ്ലീഷ് ഒളിമ്പിയാഡ് ഉണ്ട്. ഇംഗ്ലീഷ് സബ്ജക്റ്റ് വളരെ ഇഷ്ടമുള്ള, അതിൽ നല്ല നോളജ് ഉള്ള കുട്ടികൾക്ക്, അതിൽ പെർസ്യൂ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്കൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ് ഇൻ്റർനാഷണൽ ഇംഗ്ലീഷ് ഒളിമ്പിയാഡ്. അവാർഡ്സ് ഫോർ വിന്നേഴ്സ് അറ്റ് നാഷണൽ ലെവൽ, സോണൽ ലെവൽ ആൻഡ് സ്കൂൾ ലെവൽ. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് എക്സാമിനേഷൻസ് ഉണ്ട്. ഇതിനെക്കുറിച്ചൊന്നും പല കുട്ടികളും കേട്ടിട്ടുണ്ടാവില്ല. ഈവൻ ഞാൻ പഠിക്കുന്ന സമയത്ത് പോലും ഇതൊന്നും എന്ത് ചെയ്തില്ല, കേട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള എക്സാമുകളൊക്കെ കേൾക്കുക, അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റുകൾ എക്സാമുകൾ ചൂസ് ചെയ്യുക, അതിന് പ്രിപ്പയർ ചെയ്യുക, എഴുതുക എന്നുള്ളത് ഹൈസ്കൂളിൽ ഒരു സ്റ്റുഡൻറ്റിന് ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റ് കാര്യമാണ്. ഓക്കെ, നാലാമത് എനിക്ക് പരിചയപ്പെടുത്താനുള്ളത് ജിയോ ജീനിയസ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് മെജോറിറ്റി എന്താണ്, സയൻസും മാത്തും മാത്രമാണ്. എന്നാൽ ജിയോഗ്രഫി ബേസ് ചെയ്തിട്ടുള്ള ഇൻ്റർനാഷണൽ ലെവൽ വരെ, അപ് ടു ഇൻ്റർനാഷണൽ ലെവൽ വരെ പോകാൻ സാധ്യതയുള്ള എക്സാമാണ് ജിയോ ജീനിയസ്. നാഷണൽ ജിയോഗ്രഫി ഒളിമ്പിയാഡ്. ഇതിലെ വിന്നേഴ്സിനെ ഇൻ്റർനാഷണൽ ലെവലിൽ പോയിട്ട് വരെ കോമ്പീറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും. അതും December 4, 2022 ആണ് എക്സ്പെക്റ്റഡ് ഡേറ്റ് എന്ന് പറയുന്നത്. 3 ലെവലായിട്ട് നടക്കുന്ന കോമ്പറ്റീഷനാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓരോ എക്സാമിനെ കുറിച്ചും ഇൻ ഡീറ്റെയിൽഡായി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റിൽ അറിയിക്കണം.